കണി കണ്ടുണ്ടോ ഹലോ എന്റെ പൊന്ന് സുന്ദരാക്ക നമുക്ക് അടച്ചുപൂട്ടി പോണ്ടേ? പോകാവിടും. ഇതൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് മാറിയപ്പോടെ. എന്നെ എന്റെ ഭാര്യയും കൂടെ ഡൈവേഴ്സ് നടത്തിയിട്ടേ തനിക്ക് അവളെ കെട്ടണമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടോ? അതെന്താ താൻ അങ്ങനെ ചോദിച്ചേ? മാനേജരാണെന്ന് പറഞ്ഞിട്ട് കിടത്തി പൊറപ്പിക്കുന്നില്ല. ഇനി പ്യൂണാണെന്നും കൂടി അറിഞ്ഞാലേ അവളെന്നോട് ഗുഡ് നൈറ്റ് പറയും. എങ്ങനെയുണ്ടോ? ഉഗ്ര. പോ എങ്ങോട്ട്? കൂട്ടിയിട്ട് വാണോ? മാനേജരോട് കളിക്കുന്ന സന്തോ സന്ദേ സന്താനമല്ലേ? ഇന്ന് ഓഫീസിൽ ഒരുപാട് ഫയലുകൾ ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. അതാണ് വല്ലാത്ത ക്ഷീണം. അവൻ വന്നിറങ്ങി അവരുടെ കയ്യും അങ്ങനെ തുള്ളാൻ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് വെച്ചോണ്ട് തരാം. ഇടീ, ഞാൻ നിന്റെ ഭർത്താവിന്റെ അമ്മയാണ്, നിന്റെ അമ്മായിയമ്മ. ഐ എം സന്താനവല്ലി BSc. അത് ഓർമ്മ വേണം. ഒരു ചന്ദാനവല്ലി. എന്താ ഇത് നോൺസെൻസ്. ഓഫീസിലാണ് 100 കൂട്ടം പ്രോബ്ലംസാ. വീട്ടിലെങ്കിലും എനിക്ക് തലയ്ക്ക് വെളിവ് വന്നില്ല. ഞാൻ അങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും. നോക്കിക്കോ. നേരം വെളുത്തേന് ഒന്നും കഴിച്ചില്ല. വിശന്ന് വയറ് പൊരിയുന്നു. നീ ഇന്നൊന്നും കഴിച്ചില്ലേ? ആ തലയോട് ചോദിക്കും. ഇന്നിവിടെ ഒന്നും വെച്ചില്ലേ തള്ളേ? വെച്ചു. ആര് വെച്ചു? എങ്ങനെ വെച്ചോ? ഒന്നും വേണ്ടെന്ന് വെച്ചു. പച്ച കള്ളം. തള്ള വെച്ചു വേണമെങ്കിൽ ഒറ്റയ്ക്ക് കഴിച്ചു. എടീ, ഞാനോ? ഇവിടെ സെൽഫും ഇല്ല, അലമാരിയില്ല. എടാ, ഇവളാണ് പച്ച കള്ളം പറയുന്നത്. പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ എഡ്യൂക്കേഷൻ വേണ്ടേ? ഉള്ളതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് വയറുമുറിപ്പിച്ച് നടക്കുന്നു. പിന്നെ നിന്റെ തിരുവനന്തപുരം കൊള്ളുന്ന വിളമ്പിത്തരാടി. എന്നെ എടിപൊടിന്ന് വിളിക്കരുത്. അയാൾ സന്താനവല്ലി BSc. അയ്യോ, തമ്പുരാട്ടിന്ന് വിളിക്കാം. മതിയോ? അയ്യോ അമ്മേ, തമ്പുരാട്ടിന്നോ രാജകുമാരിന്നോ എന്ത് വേണേലും വിളിച്ചോ. കൂടെ BSc എന്ന് ചേർത്താ മതി. അവൾക്ക് ഒരു പരാതിയുമില്ല. അല്ലേ സ്വന്തം? അവളുടെ ഒരു അഴിഞ്ഞാട്ടം കണ്ടില്ലേ? വലിയ BSc. മിസ്റ്റർ സുന്ദരേശൻ, നിങ്ങളുടെ ഈ തള്ളുണ്ടല്ലോ, യാതൊരു കൾച്ചറും ഇല്ലാത്തവരാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ താമസിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് വേറെ ഹൗസ് കണ്ടുപിടിക്കണം. എന്റെ പൊന്ന് സന്തോ, ഞാൻ പറയുന്നതൊക്കെ ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ എന്റെ അമ്മ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ സമാധാനമായിട്ടിരിക്കും. എനിക്ക് വിശക്കുന്നു. അത്രേ ഉള്ളൂ. നിനക്ക് ഞാൻ തന്തൂരി ചിക്കൻ ഫ്രൈ, മട്ടൺ സൂപ്പ്, നാൻ ഇതെല്ലാം വാങ്ങിച്ചു തരാം. ആ തള്ള ഭദ്രവാളി അറിയരുത് കേട്ടോ. അപ്പൊ ഭാര്യയും ഭദ്രകാളിയായി പോയാൽ എന്ത് ചെയ്യും? ആര് ഒടുകാരിക്കാൻ പറ്റുമോ? മഹാഭാവി, അവർക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതിയടാ. പെറ്റ തള്ളയ്ക്ക് ഒന്നും വാങ്ങിച്ചു തരരുത് കേട്ടോ. പിന്നെയും തുടങ്ങിയോ? ചുമ്മാ അല്ല എന്റെ അച്ഛൻ കാശിക്ക് പോയത്. നിന്റെ തലവട്ട കണ്ടപ്പോഴേ പോയതാടാ. ഈ തള്ള ഗുണം പിടിക്കത്തില്ല. പെണ്ണിന്റെ വാക്ക് കേൾക്കരുത്, നീ പെരുവഴിയായി പോവും. അതല്ലേ അമ്മയോട് ചോദിക്കാതെ ഇറങ്ങി പോകുന്നേ. എന്റെ അച്ഛൻ ഭാഗ്യവാൻ. ഈ കുന്ത്രാടത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷ. ഇങ്ങനെ എല്ലാ ദിവസം കൂടി നമ്മൾ എന്ത് ചെയ്യണം? മാറി കാശിട്ടാ
വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പൊ സമയത്തായി 11 മണിക്കല്ലേ കേസ്. ഇനി അരമണിക്കൂർ ഉണ്ടല്ലോ. വാസു, തുല്യമായല്ലോ. ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ അത് കാണാണ്. നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടാമോ? അയ്യോ, ഇന്നാണ് എന്റെ കേസ്. അതിനല്ലോ സമയമില്ലെങ്കിൽ എന്നെ കൂടെ കെട്ടിയെടുത്ത്. അബ്ദു, നാളെ എന്റെ അതിർത്തി കേസ്. അങ്ങനെ വരാൻ വഴിയില്ല. എന്താ നാളെ എനിക്ക് കൊല്ലത്താകെ. അബ്ദു വന്നില്ലെങ്കിൽ കേസ് തള്ളിപ്പോവും. ഞാൻ ഒരാളുണ്ട്, എല്ലായിടത്തും കൂടെ ഒരേ സമയത്ത് ഓടിയെത്താൻ പറ്റുമോ? ദേ, ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞേക്കണ ഇല്ല, എല്ലാം കൂടെ ക്ലാഷ് ആവും. നാളെ ആണെങ്കിൽ ആ കൊല്ലത്തെ ചാക്കോമറാരുടെ കൊലപാതക കേസാ. നല്ല കാശ് കിട്ടുന്ന പാർട്ടിയാ. ഇന്നത്തെ കേസ് എന്താ? മറിയാമ്മച്ചേട്ട വയലിലേക്ക് അറപ്പുരയ്ക്ക് അന്തോണി മാപ്പിള. ഓ, വെള്ളം വിട്ട കേസ്. ഇതാണ് നമ്മുടെ അന്തോണി മാപ്പിള. അന്തോണി മാപ്പിള സത്യത്തിൽ മറിയാമ്മച്ചേർച്ചയുടെ വയലിലേക്ക് വെള്ളം വിട്ടതാണോ? വിട്ടതാ. അതെ, അത് വിട്ടില്ല എന്ന് ഞാൻ പറയണം. മതി, ധൈര്യമായിട്ട് നിന്നു. കാര്യം ഞാൻ ഇരുവാസു കാശ് വാങ്ങിച്ചു. അന്തോണി മാപ്പിള ഒന്ന് ധൈര്യമായി നിന്ന്. ഈ പോകുന്നത് ആരെന്നാ വിചാരം? ആ കേരള അബ്ദു ഇന്ന് വരെ സാക്ഷി വന്നിട്ടുള്ള ഒരൊറ്റ കേസും തോറ്റിട്ടില്ല. പിന്നെ ആ നിസാരം വെള്ളമിട്ട കേസ്. നമസ്കാരം ചേരുള്ള ഒരു സീറ്റ് ഞാൻ ഇല്ല. എന്നാ ഒരു വീട് അതുമില്ല. അപ്പോ മിനിഞ്ഞാത്ത കേസ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി. അബ്ദു, വ്യാഴാഴ്ച രാവിലെ എന്റെ വീട്ടിലോട്ട് ജീപ്പ് അയക്കാൻ ഇൻസ്റ്റാഗ്രാമിനോട് പറയണം. അല്ലെങ്കിൽ അബ്ദുവിനെ കിട്ടുകയല്ലേ. നമസ്കാരം. മറിയാമ്മയ്ക്കെടുത്തൊരു കേസ് സാറിനാണോ? അതെ. കഷ്ടമായി പോയല്ലോ. അബ്ദു ആണ് എതിർസാക്ഷി പറയുന്നെന്ന് തോന്നുന്നു. എന്നാ കേസ് ഇരിക്കുന്ന ആരും അയ്യോ വക്കീൽ സാറേ, എന്നാൽ ഒരു കൈ നോക്കാം. വരും. അള്ളാഹു സാക്ഷിയായി കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താണ് നിങ്ങളുടെ പേര്? അബ്ദു. നിങ്ങളുടെ ശരിയായ പേരാണോ ഇത്? എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാരും എന്നെ അബ്ദു എന്നാ വിളിക്കുന്നത്. അപ്പൊ അതായിരിക്കില്ല എന്റെ ശരിയായ പേര്. ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുമോ? അറിയുമോന്നോ? ഇത് നമ്മുടെ മറിയാമ്മച്ചേടത്തി ഇല്ലയോ? നമ്മുടെ മറിയാമ്മയോ? നമ്മുടെ മറിയാമ്മച്ചേടത്തി എന്ന് പറഞ്ഞാൽ അറപ്പുരിക്കൽ അന്തോണി ഭാര്യ മറിയം എന്ന് പറയുന്ന മറിയാമ്മ. മറിയാമ്മയുടെ വയലിലേക്ക് അറപ്പുരയ്ക്കൽ അന്തോണി തന്റെ പറമ്പിൽ കെട്ടി നിർത്തിയിരുന്ന അഴുക്കുവെള്ളം പൊട്ടിച്ചു വിട്ടത് നിങ്ങൾ കണ്ടതാണോ? അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അങ്ങനെയുള്ള ഒരാളല്ല അന്തോണിച്ചേട്ടൻ. സത്യസന്ധനും ദൈവവിശ്വാസിയുമായ ഒരു സത്യക്രിസ്ത്യാനി അന്തോണിച്ചേട്ടൻ. ചേട്ടൻ ചേട്ടത്തി എന്നുള്ള ബഹുമാന പദങ്ങളൊന്നും തന്നെ ഇവിടെ ഉപയോഗിക്കണ്ട. പ്രായക്കൂടലുള്ളവരെ കയറി പേര് വിളിക്കാൻ എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. മറിയാമ്മയ്ക്കെതിരെ കള്ളസാക്ഷി പറയാൻ അന്തോണി നിങ്ങൾക്ക് എത്ര രൂപ തന്നു? യുവർ ഓണർ, ഐ ഒബ്ജെക്ട്. കേസിനാസ്പദമായ ചോദ്യങ്ങളല്ല വാദിവാദം വക്കീൽ ചോദിക്കുന്നത്. യുവർ ഓണർ, കേസിന്റെ തെളിവുകൾക്കാസ്പദമായ ഒരു ചോദ്യമാണിത്. യെസ്, യു കൻ പ്രൊസീഡ്. ഈ സംഭവം നടന്നിട്ട് എത്ര നാളായി കാണും? ഏത് സംഭവം? അങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ. മറിയാമ്മയും അന്തോണിയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. യെസ്. അവർ തമ്മിൽ വഴക്ക് കൂടുന്നത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ നിങ്ങൾ കാണാഞ്ഞത്? അങ്ങനെ സംഭവിച്ചിട്ട് വേണ്ടേ കാണാൻ? മറിയാമ്മയും അന്തോണിയും തമ്മിൽ സ്നേഹപൂർവ്വം സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ധാരാളം പ്രാവശ്യം. എങ്ങനെ കണ്ടു? സ്നേഹമായിട്ട് സംസാരിക്കുന്നവരുടെ മുഖം കണ്ട അറിഞ്ഞൂടെ? അങ്ങനെ സംസാരിച്ചൊരു തീയതി നിങ്ങൾക്ക് പറയാമോ? 1982 ഓഗസ്റ്റ് 15. സംഭവം നടന്ന് ഇത്രയും നാളായല്ലോ. നിങ്ങളത് കൃത്യമായി ഓർമ്മിക്കാൻ കാരണം? മറക്കായിരുന്നോണ്ട്. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഇതെന്തൊരു ചോദ്യമാ സാറേ? ആഗസ്റ്റ് 15 ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അന്നല്ലയോ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സാറിന് അറിയത്തില്ലേ? That's all, Your Honor. അബ്ദു കതറി കളഞ്ഞല്ലോ. ഇതിലും വലിയ വമ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വാസുവേ, അന്തോണി മാപ്പിള ഒന്ന് അടങ്ങൂ. മറിയാമ്മ വെള്ളം കുടിക്കാൻ പോണതല്ലേ ഒന്ന്. കേസ് അടുത്ത മാസം 14-ാം തീയതി. അപ്പൊ നമുക്കൊന്ന് മിനിയേറ്റ് പോയേക്കാം. അബ്ദുവിന് കള്ള് ഹറാമാണ്. അബ്ദു കള്ളു കുടിക്കത്തില്ല. പിന്നെ അന്തോണി മാപ്പിളയ്ക്ക് നിർബന്ധമാണെങ്കിൽ അതിന്റെ വില കാശായിട്ട് ഞാൻ നേരെ ഒരു 36 രൂപ. അയ്യോ, എന്നാ അവിടെ വിളിച്ചാൽ കൂടുതലാ. 37. അപ്പൊ 37. അപ്പൊ എനിക്ക് കൂടി ഉള്ളത് ഞാൻ തരാം. Man can experience real and lasting happiness only when he realizes the true nature of his life.
Because of his ignorance, he, the immortal spirit, identifies himself with his perishable body. This gives rise to the feeling of I and my, which is the significance of all the subjects. It is a different fact that the individual enters meaning, though he is not aware of it while being in the state, he is to function beyond the limits of calculation needed to keep it. The mind and the intellect also constitute നീ മിണ്ടല്ലേ അവളിത് ഇങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട്. എടാ അവൾ നോക്കുന്നുണ്ടാ, കൊടുക്കട ഒരു ഫ്ലൈങ് കിസ്. എടാ തിരിച്ചു കിട്ടിയടാ. നീ പ്ലാനിൽ അവളെ ഇങ്ങോട്ട് വിളിക്ക്. വരാൻ പറ്റില്ലെന്ന്. പറ്റില്ലേ? ഇവിടെ ആരുമില്ലെന്ന് പറയാ. അവിടെ അമ്മക്കാളി വീട്ടിലുണ്ടത്രേ. നാളെ വരാൻ പറ്റുമെന്ന് ചോദിച്ചേ. അയ്യോ അമ്മ. ഓ, നശിച്ച തള്ളക്ക് വിളിക്കാൻ കേട്ടോ നേരം. അല്ലല്ലയാ, നാളെ അവളിങ്ങോട്ട് വന്ന നിന്റെ കാര്യം എന്ത് ചെയ്യും? അതിനല്ലടാ പണി. നീ അവിടെ ഇരി. നീ പ്ലാനിൽ പാർട്ടിയെ വിളിച്ചകത്ത് കയറ്റുക. ക്ലൈമാക്സ് ആകുമ്പോൾ സാർ വരുന്നു. അബദ്ധം പറ്റി വന്നതുപോലെ സാർ തിരിച്ചും പോകുന്നു. ഇത് വെച്ച് വേണം നീ കളിക്കാൻ. എവിടെ? വെരി ഗുഡ് ഐഡിയ. കൊറേ കുഴപ്പമായല്ലോ. അവൻ ഇനി എല്ലാവരോടും പറഞ്ഞു നടക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എന്റെ വീട്ടിൽ അറിയുന്ന പോട്ടെ, പക്ഷെ അവൻ എല്ലാവരോടും പറഞ്ഞു നടക്കും. ഇനി ഒരൊറ്റ വഴിയുള്ളൂ, അവനെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഇപ്പൊ അവൻ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ലോകം മുഴുവനും അറിയും. എന്ത് പറയുന്നു? ഒന്നും പേടിക്കാനില്ല, അവന്റെ സ്വന്തം ആളാണ്. നീ എന്താണ് ഈ കോലത്തില്? ഉണ്ടല്ലയാ, അടുത്ത വീട്ടിലെ പെണ്ണകത്തുണ്ട്. എന്തിനാടാ ഈ പാവൊക്കെ വലി തല വെക്കുന്നത്? ഇനി പോരെ, ഒരു മഹാത്മാഗാന്ധി. ആ, ഞാൻ പോയ അളിയ എല്ലാം ശരിയായിട്ടുണ്ട്. കൊടലയാക്കായി. ഇവനെന്താടാ ഉപ്പ് സത്യാര് തോറ്റമായി നിൽക്കുന്നത്? എന്തിനാടാ പാവപ്പെട്ട പെൺപിള്ളാരെയൊക്കെ? അയൽപക്കമാണ്. ചുമ്മാ പോണേ. പെണ്ണെന്ന് പറഞ്ഞ പൂജിക്കാനാണ് എന്റെ വിചാരം. അതിനാണ് അവിടെ ദൈവങ്ങളുള്ളത്. ആ, അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോ അറിയും. എന്നാ സാർ ഒരു കാര്യം ചെയ്യും, ആ മോളത്തെ മുറി പോയിരുന്നു ചൊറിയ. കുറെ കഴിയുമ്പോ അറിയാം ആരാ കുത്തിരുന്ന് ചൊറിയാൻ പോണെന്ന്. ആ, ചൊറിയുമ്പോ വിളിക്കാം. നീ എന്താ നോക്കിക്കണേ? വേഗം പോണ സമയങ്ങളാണ്. ഒരു മൊത്തം റിലാക്സേഷൻ. ഹാപ്പി ഡേ.